ഇടുക്കി ജില്ലയിൽ ഡയാലിസിസ് രോഗികൾക്ക് ജില്ലാ പഞ്ചായത്ത് നീക്കിവെച്ച 50 ലക്ഷം രൂപ വകമാറ്റി ചിലവഴിക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെ നീക്കം. ജില്ലയിലെ 52 പഞ്ചായത്തുകളിൽ അടിമാലി പഞ്ചായത്ത് മാത്രമാണ് ഇതുവരെ അപേക്ഷ നൽകിയത്. 51 പഞ്ചായത്തുകൾ അപേക്ഷ നൽകാത്തതിനാൽ ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാനാണ് മറ്റ് പദ്ധതികളിലേക്ക് വകമാറ്റാൻ ഒരുങ്ങുന്നത്. ഫെബ്രുവരി 28-നകം ഫണ്ട് ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയില്ല എങ്കിൽ ഫണ്ട് വകമാറ്റുമെന്ന് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തുകൾക്ക് മുന്നറിയിപ്പ് നൽകി. ജില്ലാ പഞ്ചായത്ത് വർഷങ്ങളായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വൃക്ക രോഗികൾക്ക് ധനസഹായം. ഒരു വർഷം 3 കോടി രൂപയാണ് നീക്കിവെക്കുന്നത്. ഒരു ഡയാലിസിസിന് 1200 രൂപയാണ് ധനസഹായം നൽകുന്നത്. ബാക്കി വരുന്ന 800 രൂപ മാത്രമാണ് രോഗികൾ അടയ്ക്കേണ്ടത്. ജില്ലാ ആശുപത്രിയുടെയും കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെയും ജില്ലാ പഞ്ചായത്ത് നേരിട്ടാണ് ഡയാലിസിസ് നടത്താനുള്ള ചിലവ് വഹിക്കുന്നത്. മറ്റ് സർക്കാർ ആശുപത്രിക്കും സ്വകാര്യ ആശുപത്രിക്കും അവരവരുടെ അക്കൗണ്ടിൽ രോഗികൾക്കുള്ള 1200 രൂപ വീതം ഇട്ടു നൽകുകയായിരുന്നു പതിവ്. എന്നാൽ പുതിയ ഉത്തരവ് വന്നതോടെ പഞ്ചായത്ത് അപേക്ഷ നൽകുന്ന മുറയ്ക്ക് പഞ്ചായത്തുകളുടെ അക്കൗണ്ടിലേക്ക് വേണം പണം അടയ്ക്കേണ്ടത്. എന്നാൽ ജില്ലയിലെ 52 പഞ്ചായത്തിൽ അടിമാലി പഞ്ചായത്ത് മാത്രമാണ് അപേക്ഷ നൽകിയത്. അപേക്ഷ ലഭിക്കാത്തതിനാൽ ഫണ്ട് നഷ്ടമാവുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. അതായത് കട്ടപ്പന സെന്റ് ജോൺസ് അടക്കമുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നമ്മൾ നേരിട്ട് പദ്ധതി നിർവഹണം നടത്തി വന്നിരുന്നു. അപ്പോൾ അവിടുത്തെ PROയുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. ഒരു ഡയാലിസിസ് രോഗിക്ക് 1000 രൂപയ്ക്ക് മുകളിൽ ഓരോ ഡയാലിസിസും അവരെത്ര ഡയാലിസിസ് ചെയ്യുന്നു അത്രയും നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന ഫണ്ട് നിജപ്പെടുത്തുന്ന വരെയുള്ള ഡയാലിസിസ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നത് പ്രകാരം ഗവൺമെൻറ് ഉത്തരവ് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലേക്കും പദ്ധതി മാറ്റി തീരുമാനിച്ചു. അതായത് ഫൈസൻ സംയുക്ത പ്രോജക്റ്റാണ്. ഗ്രാമപഞ്ചായത്ത് അവരുടെ പഞ്ചായത്തിലെ രോഗികൾക്ക് ഇത്ര ഡയാലിസിസ് നടത്തിയതിന് ചിലവായി എന്ന് പറഞ്ഞ റിക്വസ്റ്റ് ജില്ലാ പഞ്ചായത്തിലേക്ക് തരുമ്പോൾ അവർക്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ റിക്വസ്റ്റ് വരാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിർഭാഗ്യവശാൽ ഇന്ന് വരെയായിട്ടും ഈ 52 പഞ്ചായത്ത് ജില്ലയിൽ ഉണ്ടായിട്ട് ഒരു പഞ്ചായത്തിൽ നിന്ന് മാത്രമേ നമുക്ക് റിക്വസ്റ്റ് വന്നിട്ടുള്ളൂ. കത്ത് കൊടുത്ത് റിക്വസ്റ്റ് വാങ്ങിക്കണം. അല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് ഈ ഫെബ്രുവരി 28-ന് മുമ്പ് നമുക്ക് ആ ഫണ്ട് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ഞങ്ങൾക്കത് പൈസ ലാപ്സായി പോകും. 50 ലക്ഷം രൂപയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. പക്ഷേ 3 കോടി രൂപ വരെ കൊടുക്കാൻ ജില്ലാ പഞ്ചായത്ത് തയ്യാറാണ്. റിക്വസ്റ്റ് എത്ര വന്നാലും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. നമ്മൾ 3 കോടി ചെയ്തുകൊണ്ടിരുന്നതാണ് എല്ലാ വർഷവും. ജില്ലാ പഞ്ചായത്തുമായി സഹകരിക്കുന്ന സ്വകാര്യ ആശുപത്രി ഡയാലിസിസ് ചെയ്താലും പദ്ധതിയുടെ ഗുണം ലഭിക്കും. എന്നാൽ പഞ്ചായത്തിൽ നിരവധി തവണ കത്തുകൾ അയച്ചിട്ടും അപേക്ഷ സമർപ്പിക്കാതെ നിസ്സഹകരണമാണ് നടത്തിവരുന്നത്. നിരവധി ആളുകളാണ് ജില്ലാ പഞ്ചായത്തിനെ സഹായത്തിനായി സമീപിക്കുന്നത്. എന്നാൽ ജില്ലാ പഞ്ചായത്തിന് പണം അനുവദിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. അതിനാൽ ഫെബ്രുവരി 28-ന് മുമ്പായി അപേക്ഷ ജില്ലാ പഞ്ചായത്തിന് നൽകണമെന്ന് അന്ത്യശാസനം നൽകി കത്ത് നൽകിയിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിൽ നിന്നും സെക്രട്ടറിക്കാണ് കത്തയച്ചിരിക്കുന്നത്. അപേക്ഷ ലഭിച്ചില്ലെങ്കിൽ ഫണ്ട് വകമാറ്റി ചിലവഴിക്കാനാണ് ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.